സമ്പന്നമാക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നൂറുകണക്കിന് ക്യാമറകളും പോലീസും നിയമങ്ങളും ഒക്കെയുള്ള ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. ഇങ്ങനെയുള്ള കേരളത്തിന്റെ മികച്ച വിദ്യാഭ്യാസ രീതികളും ആരോഗ്യ പരിപാലനവും തൊഴിലവസരങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഒരു അതിഥി തൊഴിലാളി കുടുംബം കേരളത്തിൽ കുടിയേറി പാർക്കുന്നു. സന്തോഷത്തിലും സമാധാനത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരു ദിവസം അവരെയും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ കൊടുംക്രൂരത അരങ്ങേറുന്നു. അതെ, എല്ലാവർക്കും എൻ്റെ ഏകാഭിനയത്തിലേക്ക് സ്വാഗതം. എന്തിനീ കൊടുംക്രൂരത? നന്ദിനി മോളെ, മോളിവിടെ എന്തെടുക്കുക? മാമൻ മോൾക്ക് മിഠായി വാങ്ങിച്ചു തരട്ടെ? മോൾ ആരോടും ഒന്നും പറയണ്ട. മോൾ മാമന്റെ കൂടെ വന്നാൽ മാത്രം മതി കേട്ടോ. വരൂ, നമുക്ക് പോകാം. നന്ദിനി, ചെല്ലോ. നന്ദിനി, 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 നന്ദിനി. കടവുളെ, എന്റെ നന്ദിനി മോൾ എന്താ പൂജ? കടവുളെ, മുരുകണ്ണ, മുരുകണ്ണ. എന്താ പറ്റിയത്? എന്താ കാര്യം രുക്മിണി? മുരുകണ്ണ, എന്റെ മോൾ നന്ദിനിയെ കാണുന്നില്ല മുരുകണ്ണ. എന്ത്? നന്ദിനി മോളെ കാണുന്നില്ലെന്നോ? അതെ മുരുകണ്ണ, ഞാൻ വേലക്ക് പോയിരുന്നേ, ഇപ്പതാ വന്നേ. അയ്യോ, എന്റെ നന്ദിനി മോളെ കാണുന്നില്ല മുരുകണ്ണ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് വരാം. കടവുളെ, നന്ദിനി. എന്താ ഒരു ബഹളം? നിങ്ങൾ വന്നോ? നമ്മുടെ മോൾ നന്ദിനി മോളെ കാണുന്നില്ല. എന്ത്? നന്ദിനി മോളെ കാണുന്നില്ലെന്നോ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഇല്ല, അവൾ ഇവിടെ എവിടെയുമില്ല. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഒരു സ്വരം കേട്ടാൽ മതി, അവൾ ഓടി വരും. നമ്മുടെ മോൾക്ക് എന്താ പറ്റിയിട്ടുണ്ട്? നമ്മുടെ മോൾക്ക് എന്താ പറ്റിയത്? നീ ധൈര്യമായിരിക്കെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കാം. ആരാ അത്? വന്നോളൂ. സാറേ, എന്റെ കുഞ്ഞു നന്ദിനി മോളെ കാണുന്നില്ല സാറേ. കുഞ്ഞിനെ കാണുന്നില്ലെന്നോ? ഓ മൈ ഗോഡ്, എന്താ സംഭവിച്ചത്? സാറേ, ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്നു. വന്നു നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല സാറേ. നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തരും, ഞങ്ങൾ അന്വേഷിക്കാം. വലിയ ഉപകാരം സാറേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നല്ല തിരക്കേറിയ മാർക്കറ്റിൽ. സതീശെ, ആളെ പിടിച്ച് മാറ്റിക്ക, കൊച്ചിന്റെ അമ്മ ഒന്ന് നോക്കട്ടെ. മാറി നിക്കടോ. നന്ദിനി മോളെ, കടവുളെ, നന്ദിനി മോളെ, കടവുളെ, നന്ദിനി മോളെ, അച്ഛന്റെ നന്ദിനി മോളെ, കണ്ണു തീർക്ക് മോളെ, അച്ഛനെ വിളിക്കുന്നത്. കണ്ണു തീർക്ക് മോളെ, നന്ദിനി മോളെ. മാഡം, ഒന്ന് വേഗമാകട്ടെ, സമയമായി. ഓക്കെ. നമസ്കാരം. കേരള മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊടുംക്രൂരത അരങ്ങേറിയിരിക്കുന്നു. അതെ, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള നന്ദിനി എന്ന പിഞ്ചു ബാലികയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ തുടരുക. എന്റെ ദൈവമേ, എല്ലാരും കേട്ടോ? നമ്മുടെ ശരവണൻ നമ്മുടെ നന്ദിനി മോളെ കൊന്നെന്ന്. വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലല്ലേ? ഇതാണ് മറ്റുള്ളവർ പറയുന്നത്, ഒറ്റ ഒരെണ്ണത്തിനെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ, അപ്പനും അമ്മ എങ്ങനെ സഹിക്കും? അത് തന്നെ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടതിക്ക് മുൻപിലാണ്. നന്ദിനി എന്ന പിഞ്ചു ബാലികയുടെ വിധി വരുന്ന ദിവസമാണെന്ന് ജനങ്ങളാകെ ഇവിടെ ആശങ്കയിലാണ്. നന്ദിനിക്ക് നീതി വേണം.
അല്പസമയത്തിനുള്ളിൽ പ്രതിയെയും കൊണ്ട് ഭരണകൂടം എത്തുന്നതാണ്. ഏതായാലും കുട്ടിയുടെ അച്ഛനോട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. പറയൂ സാർ. ഞാൻ